വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഫാമിലിയായിട്ട്, വീട്ടിൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ UK താമസിക്കുന്നത് ഒരു മലയാളി ഫാമിലിയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം എല്ലാ വീക്കിലും ഇവിടെ ചേട്ടന് ഓഫുള്ള ദിവസം ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. എപ്പോൾ പോയാലും എന്നെ വിളിക്കും. ഞാൻ എപ്പോഴൊക്കെ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും സ്കൂട്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഓർത്തു, എന്ന് വിളിക്കുന്നതല്ലേ, ഇന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പോയപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. എൻ്റെ ഈ ഒരു ഈ വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ കുറച്ച് ഫോട്ടോസും ചെറിയ ഒന്ന് രണ്ട് സ്റ്റോറി ആയിട്ട് 2-3 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടപ്പോഴും സ്റ്റോറി കണ്ടപ്പോഴും എല്ലാവരും എന്നോട് ചോദിച്ചു, നീ നാട്ടിൽ വന്നോ, വീട്ടിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്രയും സന്തോഷമായിരുന്നു, അത്രയും നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയപ്പോഴത്തേക്കിന് പ്രത്യേകിച്ചുണ്ടായത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9:30 ആയപ്പോഴത്തേനാണ് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഇൽഫോർഡിലുള്ള ചായക്കടയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഏകദേശം ഈ ഒരു ലൈൻ മൊത്തം ഇതുപോലുള്ള കൂടുതലും പാകിസ്ഥാനി, ബംഗ്ലാദേശി ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് കടകൾ അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചായക്കടയിലാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം 9:00 കഴിയുമ്പോൾ നല്ല തിരക്കുള്ള സമയമാണല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തി. നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പം ഒട്ടും സീറ്റൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ എന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് റഷൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായക്കടയിലെത്തി. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഇതിന് മുൻപ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറഞ്ഞ നല്ല വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഇവിടെ പോയത്. അപ്പോൾ പോയപ്പോൾ ഞാൻ പറഞ്ഞ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ഓർഡർ ചെയ്യും, ആർക്കൊക്കെ എന്തൊക്കെ ഫുഡ് വേണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അതിനുശേഷം ഒരുപാട് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ബാലും കൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രോൺസ് ഫ്രൈ, ക്രാബ് റോസ്റ്റ്, മന്തി, ഒരു ഹാഫ് പോർഷൻ മന്തി വാങ്ങിച്ചു, നൂൽ പൊറോട്ട, പനീർ ബട്ടർ മസാല പനീർ ചില്ലി പനീർ, പിന്നെ കാന്താരി ഫിഷ് കറി, കാന്താരി ഫിഷ്, പിന്നെന്താ വാങ്ങിച്ചേ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്കറിയാൻ മേലെ. ഒന്ന് ക്രാബ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. എല്ലാം ഒന്നിനൊന്നിനും അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ ക്രാബായിരുന്നു. ക്രാബ് റോസ്റ്റിന് നല്ല പുളിയൊക്കെയാണ്, നല്ല കുടംപുളി ഇട്ട നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് നമ്മളൊരു ഫലൂഡ, ഒരു ഓറിയോ ഷേക്ക്, ചായ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചായ. പിന്നെ അവസാനമായപ്പോഴത്തേനും ഞങ്ങൾക്ക് ഫലൂഡ ഒന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥയായി. ചേച്ചി നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെല്ലാം. പക്ഷേ മത്സരിച്ച് ഓരോരുത്തർ ഓരോ സിപ്പെടുത്ത് നമ്മൾ അതെങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പടാപ്പാട് വിടുന്ന ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ധ്രുവയ്ക്ക് ഒരു കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. എന്നാലും വളരെ നല്ലൊരു ഹാപ്പിനെസ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ നാട് മിസ് ചെയ്യുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പുറത്ത് പോയൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, കുറച്ച് നല്ല സമയം നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ സ്പെൻഡ് ചെയ്യുമ്പം അതിൻ്റെ ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ടെറ്റപ്പായി പറഞ്ഞു പോർന്നു. ചെറിയൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.